രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചുറ്റും കഴുകന്മാരെ പോലെ പറന്നു നടക്കുകയാണ് കേരളത്തിൻ്റെ ചാനലുകൾ. റിപ്പോർട്ടർ ചാനലൊക്കെ നോക്കുന്ന സമയത്ത് ഓരോരോ നിമിഷവും രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രം ഒപ്പിയെടുത്ത് പറയുകയാണ്. മറ്റൊന്നും പറയാനില്ലാത്ത രീതിയിലാണ് ചില ചാനലുകൾ ഇതിന് പ്രാധാന്യം നൽകുന്നത്. കുറ്റവാളി ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം തന്നെ പുറത്താക്കി. അതോടുകൂടി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട ഉത്തരവാദിത്ത കാര്യങ്ങൾ അവർ ചെയ്തു. പക്ഷേ ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം ശരിയാണോ തെറ്റാണോ എന്ന് പോലും പരിശോധിക്കാത്ത രീതിയിലുള്ള പിന്നാമ്പുറമാണ് ഇപ്പോൾ ഒരു നാടകമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ സർക്കാരും. എന്താണ് സർക്കാരിന് ഇതിൽ താല്പര്യം എന്നുള്ളതും എന്താണ് റിപ്പോർട്ടർ ചാനലിന് ഇതിലെ താല്പര്യം എന്നുള്ളതും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതാണ്. 2 കേസാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ നിലവിൽ വന്നത്. അതിൽ ഒരു വിധി പുറത്തു വന്നു. ഒന്നാമത്തെ കേസിൽ 15-ാം തീയതി വരെ താൽക്കാലികമായ രീതിയിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള വിധിയാണ് പുറത്തു വന്നത്. രണ്ടാമത്തെ കേസിൻ്റെ വിധി ഇന്ന് പുറത്തു വന്നു. അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് ഹൈക്കോടതി വിധിയല്ല, ജില്ലാ കോടതി വിധിയാണ്. ഇനി മേൽക്കോടതിയിൽ പോയിട്ട് അതിൻ്റെ വിധി ഒരു പക്ഷേ രാഹുലിന് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയാണ് പറയുന്നത്. അത് മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതിയാണ് രാഹുൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ഒന്ന് തടയുകയും മറ്റൊന്ന് വിരോധമില്ല എന്ന് പറയുകയും ചെയ്തു. 2 വിധി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തത്? ഇത് ഗവൺമെൻറ് കളിക്കുന്ന ഒരു നാടകമാണ്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒന്നല്ല. അതിനുള്ള സംവിധാനങ്ങൾ കേരള പോലീസിന് ഇല്ലേ എന്ന് ചോദിച്ചാൽ അതില്ലാന്ന് ഈ ആഭ്യന്തര വകുപ്പെല്ലാം പറയേണ്ടി വരും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതിയാക്കപ്പെട്ട വ്യക്തി അല്ലെ പരാതി ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ മുങ്ങി നടന്നാൽ അറസ്റ്റ് ചെയ്യാനോ പിടികൂടാനോ ഉള്ള സംവിധാനം കേരള പോലീസിന് ഇല്ല എന്ന് സമ്മതിക്കേണ്ടി വരും ആഭ്യന്തര വകുപ്പിന്. അതൊരിക്കലും സമ്മതിക്കില്ല. അപ്പം പിന്നെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇതൊക്കെ രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കുന്നത് 2 വർഷം മുമ്പാണ്. അതിൽ തന്നെ കുറേ ദുരൂഹതയും കുറേ യോജിപ്പില്ലാത്ത കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ പരാതി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ്. മുഖ്യമന്ത്രിക്ക് എന്തിനാണ് പരാതി നൽകുന്നത്? ഈ സംഭവം നടന്നിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലാണ് പരാതി എടുക്കുന്നത്. എന്നിട്ട് FIR ഇട്ടിട്ടാണ് അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. പരാതി എന്ത് ചെയ്യുന്നു? മുഖ്യമന്ത്രി DGPക്ക് നൽകുന്നു. പിന്നീട് അതിൻ്റെ ലോക്കൽ പോലീസിന് കൈമാറുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പരാതി നൽകുന്നതും DSPക്ക് കൈമാറുന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ ഓരോരോ നിമിഷത്തിലും റിപ്പോർട്ടർ ചാനലിൽ അത് കിട്ടുന്നു. അവരത് ഒപ്പിയെടുത്തുകൊണ്ട് പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ടാക്കി വെക്കുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടി ഒത്തുകളിക്കുന്ന ഒരു നാടകമാണ് യഥാർത്ഥത്തിൽ. റിപ്പോർട്ടർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം പണം കിട്ടിയിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനപ്പുറം വരാൻ പോകുന്ന അടുത്ത വർഷത്തിലെ ആദ്യത്തെ 1-2 മാസത്തിന് ശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൻ്റെ ചരട് വലികളാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതിന് റിപ്പോർട്ടർ ചാനലിനെ വിലക്ക് വാങ്ങിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അവർക്കാണ് ഭയങ്കരമായ തിടുക്കവും വെപ്രാളവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ജാമ്യാഹർജിയുമായിട്ട് ബന്ധപ്പെട്ട് രാഹുലിൻ്റെ വക്കീൽ കോടതിയെ സമീപിച്ചതിനോടനുബന്ധിച്ച് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിക്കല്ല പരാതി നൽകേണ്ടത്, ആ പരാതി നിലനിൽക്കുന്നതല്ല. അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രധാനമായിരിക്കുന്ന ഒരു കാരണമായിട്ട് വിലയിരുത്താൻ വേണ്ടി സാധിക്കുകയില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണം. ആ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട FIR ഇട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നു. നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയത് രാഷ്ട്രീയ പ്രേരിതമായിരിക്കുന്ന പരാതിയാണ്. അതുകൊണ്ടാണ് അപ്പപ്പുള്ള സംഭവങ്ങളൊക്കെ പത്രക്കാർക്ക് ലഭിക്കുന്നത്. ആയതിനാൽ എൻ്റെ കക്ഷി ജാമ്യത്തിന് അർഹനാണ്, അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അർഹനാണ് എന്ന് രാഹുലിൻ്റെ വക്കീൽ കോടതിയിൽ പറഞ്ഞു എന്നാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ കുറ്റവാളി യഥാർത്ഥത്തിൽ ഈ പുറത്ത് ഉണ്ട് എന്നുള്ളതും ഉള്ളതിനോടനുബന്ധിച്ചുള്ള ചോദ്യത്തിന് രാഹുലിൻ്റെ വക്കീൽ ഒരു ചാനലിന് കൊടുക്കുന്ന അഭിമുഖത്തിൽ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: കോടതി കീഴടങ്ങാൻ ഇതുവരെ ആവശ്യപ്പെട്ടില്ല രാഹുലിനോട്. അങ്ങനെ ഉണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറാണ്. കോടതിക്ക് ചുറ്റും അല്ലെ കോടതിയുടെ നിയന്ത്രണത്തിൽ ഈ പറയപ്പെട്ട രാഹുൽ ഉണ്ട് എന്ന് വക്കീൽ പറയുമ്പോൾ അദ്ദേഹം നാട് വിട്ടു പോയിട്ടില്ല എന്നല്ലേ അനുമാനിക്കാൻ വേണ്ടി പറ്റുക. ഒരു കോടതിയിലും ഇതുവരെ കീഴടങ്ങാൻ വേണ്ടിയിട്ടോ അറസ്റ്റിന് വിധേയമാകണമെന്നോ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് പറയുന്ന സമയത്ത് ചുറ്റുപാടുണ്ട് എന്നാണ് അനുമാനിക്കേണ്ട കാര്യം.
പിന്നെ ഇതിൽ ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. തിരുവനന്തപുരം ജില്ലാ കോടതി പരിഗണിച്ചതാണ് ആദ്യം ഈ കേസ്. ആ കേസിൻ്റെ ശേഷമാണ് പിന്നീട് അത് ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോകുന്നത്. വ്യാജമായിരിക്കുന്ന ബാലിഷ്യമായിരിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായിരിക്കുന്ന പരാതിയാണ് കൊടുത്തത്. 2 വർഷം മുമ്പാണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നു. അതാദ്യം തന്നെ ഇമെയിലാണ് അയച്ചത്. KPBC പ്രസിഡന്റ് ഇമെയിൽ അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇമെയിൽ ആണ് അയച്ചത് എന്ന് പറയുന്നു. വേറെ റിപ്പോർട്ടിൻ്റെ അകത്ത് നേരിട്ട് പരാതി കൊടുത്തു എന്ന് പറയുന്നു. പരാതിക്കാരെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പരാതി എഴുതി കൊടുപ്പിച്ചതാണെന്ന് പറയുന്നു. പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പേര് ഇതിൽ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. പെൺകുട്ടിയുടെ പേരോ ഈ സംഭവം നടന്നിരിക്കുന്ന തീയതിയോ ഇത് പുരുഷനാണെന്നോ സ്ത്രീയാണെന്നോ അതിനെക്കുറിച്ച് വിവരങ്ങളോ വിലാസങ്ങളോ ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇല്ലാത്ത ഒരു ഇമെയിൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത കുറേ വാക്കുകൾ എഴുതി ചേർത്തിരിക്കുന്ന ഒരു ഇമെയിൽ പരാതിയാണ് ലഭിച്ചത്. അതിന് പൊടുന്നനെ ഇങ്ങനെ നടപടിയെടുത്തു എന്ന് പറയുന്നത് ഉചിതമല്ല. അതിൽ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഈ രാഹുൽ മാങ്കുട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഏകദേശം 9-10 ദിവസത്തോളം കേരള പോലീസ് തിരയുകയാണ്. കർണാടകയുടെ അതിർത്തി എത്തിയിട്ടുണ്ട്. കർണാടകയിൽ സംരക്ഷണം നടത്തുന്നുണ്ട്. ഡ്രൈവറെ പിടികൂടിയിട്ടുണ്ട്. സഹായം നൽകിയവരെ പിടികൂടി എന്ന വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ റിപ്പോർട്ടർ ചാനലിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കണ്ടെത്തിയിരിക്കുന്നു, അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടായിട്ട് വന്നിരുന്നത്. പിന്നീടാണ് അത് നടന്നിട്ടില്ല എന്ന റിപ്പോർട്ട് തിരുത്തി പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് UDF അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യ സ്ഥിതികളൊക്കെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇതിന് മുമ്പ് പുറത്തു വന്നിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മറ്റ് ബദൽ സംവിധാനങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ സ്വർണ്ണ വാതിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം വളരെ സങ്കീർണമാണ്. ആ സങ്കീർണതയിലേക്ക് മറ്റൊരു സേവന കാര്യങ്ങളും എത്തുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വലതുപക്ഷത്തിൻ്റെ ആരോപണം. ഏറെക്കുറെ ശരിയാണ് എന്നുള്ളത് പല അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടും അറസ്റ്റ് ചെയ്യാതിരിക്കുക. അറസ്റ്റ് ചെയ്താലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ ചാനലുകാർ ആ വാർത്ത അവിടെ അവസാനിപ്പിക്കും. പിന്നീട് ആ വാർത്തയുമായിട്ട് അതിൻ്റെ പിറകിൽ പോയില്ല. അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലോ എവിടെ എത്തിയിട്ടുണ്ട്, എങ്ങോട്ട് പോയിട്ടുണ്ട്, ആരൊക്കെ കണ്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം, ഇപ്പോൾ മൊബൈൽ റേഞ്ച് ഉണ്ടോ, വേറെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ, ആൾ മാറിയിട്ടാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്, പല കാര്യങ്ങളും പറയാനുണ്ടാവും. പിന്നെ ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലം ആരോപിച്ചുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും പാലക്കാട് MLAയുമാണ് എന്ന് വരുത്തി തീർക്കുന്ന സമയത്ത് കുറച്ചും കൂടി ജനകീയത കിട്ടും എന്ന് ഇടതുപക്ഷം മനസ്സിലാക്കും. ഇതുകൊണ്ട് അതേ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ തിരക്കഥ എഴുതി തയ്യാറാക്കിയിട്ട് നടത്തുന്ന ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോഴത്തെ യഥാർത്ഥത്തിൽ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി സാധിക്കാവൂ എന്നാണ് സാധിക്കുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് വല്ലാത്ത രീതിയിൽ വൈകിപ്പിക്കുന്നത്. അങ്ങനെ ഈ ഒരു മേഖലയിൽ പതുക്കെ ആ വിഷയം കഴിഞ്ഞാൽ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയില്ല. അത് കോടതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. ഇതിനേക്കാണ് ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികളൊക്കെ നടക്കുകയും കോടതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേസ് നടത്തുകയും ചെയ്യുന്ന മുകേഷ് MLA. ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല. പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതിയുമില്ല. ശബരിമലയുടെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ജയിലിൽ കിടക്കുന്ന ആൾക്ക് എതിരെ പോലും CPMൻ്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിനിപ്പോൾ പറയുന്നത് മുകേഷ് അംഗമല്ല എന്നുള്ളതാണ്, മാർക്സിസ്റ്റ് പാർട്ടി അംഗമല്ല എന്നുള്ളത്. അംഗമല്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടി അംഗമല്ലെങ്കിൽ പിന്നെ എങ്ങനെ അരിവാൾ ചുറ്റികയിൽ മത്സരിക്കുന്നു എന്ന് വലതുപക്ഷം ചോദിക്കുകയും ചെയ്തു. അതിന് ഉത്തരം പറയാൻ വേണ്ടി ഇടതുപക്ഷത്തിന് സാധിക്കുന്നില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന നീക്കുപോക്കുകളൊക്കെ പോകുന്നത്. അപ്പോൾ പല ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യം അവസാനം എവിടെ എത്താതായി. അദ്ദേഹം ആ വിഷയത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്ന ആ 5 വർഷത്തിനിടയിലാണല്ലോ അദ്ദേഹം മരണപ്പെടുന്നത്. ഈ 5 വർഷത്തിൻ്റെ ഇടയിലും യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു നടപടി ഇടതുപക്ഷം സ്വീകരിച്ചിട്ട് അതിൻ്റെ കാര്യം എന്താണ്? സ്വീകരിക്കാൻ വിഷയങ്ങളില്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തെങ്കിലും ഒരു പ്രതി ചേർക്കപ്പെടുന്നതിന് അടിസ്ഥാനമായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടേ. പിന്നീട് പല ആളുകളും അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നു. അത്രത്തോളം വേണ്ടിയില്ലായിരുന്നു, ചില അപാകതകളൊക്കെ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിന് ശേഷം നിലപാടുകളൊക്കെ മാറ്റി അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞ ആളുകളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇതിലൊന്നും യാതൊരു സത്യസന്ധതയില്ല, അടിസ്ഥാനവുമില്ല, യാഥാർത്ഥ്യവുമില്ല. ഇതൊക്കെ ബാലിശപരമായിരിക്കുന്ന കുറേ വിഷയങ്ങൾക്കിടെ ഈ സംഭവം നടക്കുക 2 വർഷം മുമ്പാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വനിതാ വിങ്ങപ്പെട്ട ഒരാൾ വളരെ മോശമായ രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്, ആ മേഖലയിൽ നിന്ന് പുറത്താക്കിയെന്നൊക്കെ പറയുന്നു. അപ്പോൾ എനിക്കും അനുഭവം ഉണ്ട് എന്നാണ് സ്ത്രീ പറയുന്നത്. അനുഭവം ഉണ്ടെങ്കിൽ ആദ്യം അത് പറയണം. എന്നിട്ട് പാർട്ടി അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ
കോടതിയിൽ പരാതി കൊടുക്കണം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. കോടതിയിൽ പരാതി കൊടുക്കാതെ, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതെ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ന്യായവും കിട്ടാതിരിക്കുന്ന സമയത്ത് 2 കൊല്ലം കാത്തുന്നതിന് ശേഷം ഇപ്പോൾ ഒരു വിവാദ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിറകെ കൂടുക. ഇതൊക്കെ അതിൻ്റേതായിരിക്കുന്ന സാമ്പത്തിക മെച്ചത്തിനും രാഷ്ട്രീയപരമായിരിക്കുന്ന ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് തീർച്ചയായിട്ടും ഊഹിച്ച് പറയാൻ വേണ്ടി പറ്റും. കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. രാഹുൽ കുറ്റവാളിയാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. ആളൊരു മാതൃകാ പുരുഷനായിട്ട് നിൽക്കേണ്ട ആളാണ്. വലിയൊരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അയാളിൽ നിന്ന് മാതൃക പറ്റിയിട്ട് മറ്റുള്ള ആളുകൾ ഇതിലേക്ക് പ്രവേശിക്കേണ്ട ആളാണ്. അങ്ങനെ ഒരു കൃത്യതയോടുകൂടി ഒരു നേതൃത്വ പാഠവമുള്ള ഒരു വ്യക്തി ഇത്തരം വിഷയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ശിക്ഷ കൊടുക്കണം. അതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് പാർട്ടി മാറ്റി സസ്പെൻഡ് ചെയ്തു. പിന്നീട് കോടതിയിൽ ഈ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് പിന്നീട് എന്ത് ചെയ്യുന്നു, പ്രാഥമിക അംഗത്വത്തിൽ, അതായത് കോൺഗ്രസ് അല്ലാതാക്കി എന്ന് ചുരുക്കം. അത് ഏറ്റവും വലിയ കഠിനമായിരിക്കുന്ന ശിക്ഷയായിട്ട് തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തതാണ്. പക്ഷേ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരം സംഭവം ഉണ്ടാകുന്ന സമയത്ത് അവരെ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണത്തിന് ഇടതുപക്ഷത്തിന് മറുപടി പറയാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതൊക്കെ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയപരമായിരിക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായി എഴുതി തയ്യാറാക്കിയ തിരക്കഥക്കനുസരിച്ച് അഭിനയിക്കുന്ന അഭിനേത്രികളെയാണ് യഥാർത്ഥത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ചുരുക്ക ഭാഷയായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.